താപസരുടെ നാട് എന്ന അർത്ഥം വരുന്ന താപസനൂർ ആണ് കാലക്രമേണ ചുരുങ്ങി തവനൂർ ആയതെന്നാണ് ചരിത്രകാരന്മാരുടെ നിരീക്ഷണം. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ കാലടി, എടപ്പാൾ, തവനൂർ, വട്ടംകുളം, തിരൂർ താലൂക്കിലെ പുറത്തൂർ, മംഗലം, തൃപ്രങ്ങോട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് തവനൂർ. പഴയ പൊന്നാനി, തിരൂർ മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്താണ് തവനൂർ രൂപീകരിച്ചത്. തവനൂർ മണ്ഡലത്തിൽ വികസന വസന്തമാണ് കിഫ്ബി കൊണ്ടുവരുന്നതെന്നാണ് മന്ത്രി ഡോക്ടർ കെ.ടി. ജലീലിന്റെ വാക്കുകൾ. 308 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ടൗണിന് മുകളിലൂടെയുള്ള ഫ്ലൈ ഓവർ നമ്മളുടെ സ്റ്റേറ്റ് ഹൈവേയിൽ എടപ്പാളിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വർഷങ്ങളായുള്ള കോൾ നിലത്തിലൂടെയുള്ള ഒളമ്പക്കടവ് പാലം, ഏകദേശം 602 മീറ്റർ നീളമാണ് ആ പാലത്തിനുള്ളത്, 11 മീറ്റർ വീതിയും. 32 കോടി രൂപയാണ് അതിനുവേണ്ടി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. തിരൂര്, പൊന്നാനി താലൂക്കുകളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഏതാണ്ട് 32 കോടി രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഡാനഡ കുടിവെള്ള പദ്ധതിക്ക് ഇതുവരെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി 75 കോടി രൂപയാണ് അനുവദിച്ചത് കിഫ്ബിയിൽ. പടിഞ്ഞാറേക്കര ഉണ്ണിയാൽ തീരദേശ റോഡാണ്. അതിനുവേണ്ടി 52 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. തീരദേശ റോഡിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 75% പ്രവൃത്തികൾ കഴിഞ്ഞു. തവനൂർ ഗവൺമെന്റ് കോളേജിന് 11 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. അതിന്റെ പ്രവൃത്തി അതിന്റെ അന്തിമഘട്ടത്തിലാണ്. എടപ്പാളിലെ ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം, സാധാരണ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്, നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതും എടപ്പാളിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എടപ്പാൾ മേൽപ്പാലമാണ് മണ്ഡലത്തിലെ ഏറ്റവും സുപ്രധാനമായ നിർമ്മാണം. 13.5 കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി കിഫ്ബി അനുവദിച്ചത്. മലപ്പുറം ജില്ലയിൽ ടൗണിന് കുറുകെയും റോഡിന് സമാന്തരമായുമുള്ള ആദ്യത്തെ മേൽപ്പാലമാണിത്. 218 മീറ്റർ നീളവും 8.4 മീറ്റർ വീതിയുമുണ്ട് നിർദ്ദിഷ്ട പാലത്തിന്. പാലത്തിന്റെ ഗുണം എടപ്പാൾ നിവാസികൾക്ക് മാത്രമല്ല, കോഴിക്കോട് തൃശൂർ പാതയിലെ ഗതാഗതക്കുരുക്കിനു കൂടി പരിഹാരമാകും ഈ പദ്ധതി. കോവിഡ് ലോക്ഡൌൺ നിർമ്മാണത്തിന്റെ വേഗത അല്പം കുറച്ചുവെങ്കിലും ഏറെ വൈകാതെ പദ്ധതി യാഥാർത്ഥ്യമാകും. നാട്ടുകാരും വ്യാപാര സമൂഹവും ഏറെ പ്രതീക്ഷയിലാണ് ഇവിടെ. ഞങ്ങളിതിൽ കാണുന്നത് ചുങ്കത്തിനെ അങ്ങോട്ട് വികസിപ്പിക്കാൻ കഴിയുന്നതാണ്. ഈ മേൽപ്പാലം വരുന്നതോടുകൂടി എടപ്പാൾ ചുങ്കം നടുവട്ടം മുതൽ അണ്ണക്കമ്പാട് വരെയുള്ള മൊത്തം പ്രദേശങ്ങൾ, അതുപോലെ തന്നെ വട്ടംകുളം മുതൽ എടപ്പാൾ അങ്ങാടി വരെയുള്ള ഈ 4 റോഡുകളിലും വലിയൊരു വിപ്ലവം തന്നെ, വികസന വിപ്ലവം തന്നെ നടക്കും. എടപ്പാൾ ചുങ്കം ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പ്രധാന പട്ടണമായി മാറുമെന്ന് കൂടിയാണ് എനിക്ക് വിശ്വാസം. ഒളമ്പക്കടവ് പാലമാണ് മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന നിർമ്മാണം. കിഫ്ബി വഴി തവനൂർ നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഒളമ്പക്കടവ് പാലം. 32 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. പാലത്തിന്റെ ജോലികൾ 40% പൂർത്തിയായി കഴിഞ്ഞു. കോലളമ്പിനെയും മാറഞ്ചേരിയെയും ബന്ധിപ്പിക്കുന്ന കോൾപ്പാടത്തിനും ഒളമ്പക്കായലിനും മുകളിലൂടെയാണ് 602 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലം ഉയരുന്നത്. മണ്ഡലത്തിലെ ഗതാഗത മേഖലയിൽ മറ്റൊരു നിർണായക നാഴികക്കല്ലാകും പദ്ധതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഈ പാലം. ഈ പാലം വരുന്നതോട് കൂടിയിട്ട് തൊട്ടടുത്ത പ്രദേശം മാറഞ്ചേരിയുമായിട്ടുള്ള ഏറ്റവും ദൂരം കുറയാണ്. ഒരു 3 കിലോമീറ്റർ മാത്രമായി മാറും മാറഞ്ചേരിയിലേക്ക്. അതേപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ വ്യാപാര ബന്ധങ്ങളൊക്കെ മാറഞ്ചേരിയുമായിട്ടായിരുന്നു. അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. കുറേ കാലം കടവ് അതിൻ്റെ വഞ്ചി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ വഞ്ചി ഇല്ലാതായിട്ട് കുറേ കാലം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. പിന്നെ ഞങ്ങൾ നാഷണൽ ഹൈവേയുമായിട്ട് ഏറ്റവും അധികം അടുത്തേക്ക് ഞങ്ങൾ അടുക്കും. ഭാരതപ്പുഴയാണ് ഈ മേഖലയുടെ മുഖ്യ ജലസ്രോതസ്. പുഴയുടെ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി തവനൂർ, പൊന്നാനി മേഖലകളിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഒരുങ്ങുകയാണ് കിഫ്ബി സഹായത്തോടെ സർക്കാർ. 75 കോടി രൂപയാണ് പദ്ധതിക്കായി കിഫ്ബി അനുവദിച്ചത്. ട്രീറ്റ്മെന്റ് പ്ലാന്റ്, പമ്പിംഗ് കേന്ദ്രം എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തവനൂർ, കാലടി, എടപ്പാൾ, വട്ടംകുളം എന്നീ പഞ്ചായത്തുകൾക്ക് പുറമെ പൊന്നാനി നഗരസഭ, വെളിയങ്കോട്, ആലങ്കോട്, നന്നമുക്ക്, മാറഞ്ചേരി പഞ്ചായത്തുകൾക്കും പദ്ധതിയിലൂടെ വെള്ളം എത്തിക്കാൻ സാധിക്കും. പദ്ധതിയുടെ നിർമ്മാണം നരിപ്പറമ്പിൽ പുരോഗമിക്കുകയാണ്. നരിപ്പറമ്പിലാണ് അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പൊന്നാനി, തവനൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും, പൊന്നാനി താലൂക്കിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും പ്രയോജനപ്പെടും വിധമാണ് ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പൊന്നാനി, കുറ്റിപ്പുറം, തിരൂർ മേഖലകൾക്കെല്ലാം കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്കുള്ള ജലം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ചമ്രവട്ടത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്.
നിർമ്മാണത്തിലെ അപാകത കാരണം ഷട്ടർ തകരാറിലാവുകയും വെള്ളം ചോർന്നു പോവുകയും ചെയ്തതോടെ പദ്ധതി ലക്ഷ്യം കാണാതെ പോയി. ഇപ്പോൾ കിഫ്ബി സഹായത്തോടെ ചമ്രവട്ടം റെഗുലേറ്റർ അറ്റകുറ്റപ്പണി നടത്താൻ ഒരുങ്ങുകയാണ്. ഇത് എന്തുകൊണ്ട് തന്റെ സ്വപ്ന പദ്ധതിയും ഏറ്റവും പ്രധാന പദ്ധതിയുമാകുന്നുവെന്ന് മന്ത്രി വിശദീകരിക്കുന്നു. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച നികത്തുക എന്നുള്ളതാണ്. അവിടെ വെള്ളം കെട്ടി നിർത്തുക. കുറ്റിപ്പുറം പാലത്തിന്റെ ആ ഭാഗം വരെ വെള്ളം ഭാരതപ്പുഴയിൽ സമൃദ്ധമായി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് എൻ്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത്. അത് കാണാൻ കഴിയുമാറാണ് ഇപ്പോൾ 18% എബോയിൽ ടെൻഡറായിട്ടും അത് അംഗീകരിച്ച് വർക്കുമായിട്ട് മുന്നോട്ട് പോകും. പ്രത്യേക ഫണ്ട് അനുവദിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഏറെ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു പദ്ധതിയാണ് തീരദേശപാതയുടെ നവീകരണം. പടിഞ്ഞാറക്കര മുതൽ ഉണ്ണിയാൽ വരെയാണ് 15 കിലോമീറ്ററോളം ദൂരത്തിൽ തവനൂർ മണ്ഡലത്തിലൂടെ തീരദേശ റോഡ് കടന്നു പോകുന്നത്. 52.78 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിക്ക് അനുവദിച്ചത്. ഇത് ഈ പ്രദേശത്തിന് മാത്രമല്ല, ഈ നമ്മുടെ തീരദേശ ഹൈവേ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ഇതിലൂടെയാണ്. ഈ പാത യാഥാർത്ഥ്യമാകുമ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കുള്ള അകലം ഏകദേശം 25 കിലോമീറ്റർ ദൈർഘ്യം കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൂരത്തു നിന്ന് വരുന്ന ആളുകൾക്കടക്കം ഇത് ഉപകാരപ്പെടും. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമല്ല ഇതിന്റെ ഉപകാരം കിട്ടുന്നത്. പൊന്നാനി പടിഞ്ഞാറേക്കര മേഖലകളെ കൂട്ടിയിണക്കി ഹൗറ മോഡൽ പാലം കൂടി വരുന്നതോടെ മറ്റൊരു പാത കൂടി ഗതാഗത സജ്ജമാകും. തീരദേശ ഹൈവേ എന്ന സങ്കല്പം യാഥാർത്ഥ്യമായി മാറും. കോഴിക്കോട് എറണാകുളം യാത്രയിൽ ദൂരലാഭവും സമയലാഭവും ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വഴി 19 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അന്തർദേശീയ നിലവാരത്തിൽ മാറിയ ഒരു വിദ്യാലയം. 5 കോടി രൂപയാണ് ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി അനുവദിച്ചത്. ഈ ബിൽഡിംഗ് വരുന്നതിന് മുമ്പേ യഥാർത്ഥത്തിൽ എല്ലാ ക്ലാസ്സുകളും ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ വളരെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഈ രീതിയിലുള്ള ഒരു സൗകര്യം സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. നാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഫെസിലിറ്റിയാണ് ഈ കിഫ്ബിൻ്റെ ബിൽഡിങ്ങിനെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതായത് മൊത്തം നമുക്ക് 24 ക്ലാസ് റൂമുകൾ വന്നു. അതിൽ തന്നെ ഒരു അഡൽട്ട് തിങ്കറിംഗ് ലാബ്, 2 കമ്പ്യൂട്ടർ ലാബ്, പിന്നെ നല്ല വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ്, എല്ലാ ക്ലാസ് റൂമുകളിലും അതുപോലെ തന്നെ വേണ്ടത്ര ലൈറ്റ്, ഫാന്, എല്ലാ സൗകര്യങ്ങളുമായി ഇപ്പോൾ എല്ലാ ക്ലാസ് റൂമും നമ്മുടെ സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളും ഇപ്പോൾ നന്നായിട്ട് വെർട്ടിഫൈഡ് ആയിട്ട് ചെയ്ത ക്ലാസ് റൂമുകളാണ്. അതുപോലെ തന്നെ ഫാൻസ് സൗകര്യമുണ്ട്, ലൈറ്റ് സൗകര്യമുണ്ട്, എല്ലാവിധ ഫെസിലിറ്റീസുമായി സ്കൂളിൽ. എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂളിലും 3 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച കെട്ടിടം യാഥാർത്ഥ്യമായി. സ്കൂളിലെ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുമെന്ന് അധ്യാപകർക്ക് ഉറപ്പുണ്ട്. കുട്ടികൾക്ക് വളരെ സന്തോഷമായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇനി അതിലാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ട് ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ് എല്ലാം നടത്തുന്നത്. അതവർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് പുതിയ ബിൽഡിങ്ങിലെല്ലാം ക്ലാസ് നല്ല എല്ലാ ഫെസിലിറ്റീസും അതിനകത്ത് ഉണ്ട്. തവനൂർ KM VHSS, കാടഞ്ചേരി GHSS, പുറത്തൂർ GUPS എന്നീ സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതമാണ് കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനുവദിച്ചത്. 1 കോടി വീതം തവനൂർ KM GUPSനും ചമ്രവട്ടം GUPSനും അനുവദിച്ചിട്ടുണ്ട്. കായിക മേഖലയുടെ വികസനത്തിനും കിഫ്ബി സഹായം നൽകുന്ന പിന്തുണ ഏറെ വലുതാണ്. എടപ്പാൾ ഫ്ലഡ് ലൈറ്റ് ടർഫ് ഗ്രൗണ്ട് ഒരുങ്ങുകയാണ്. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് മണ്ഡലത്തിലെ കായിക മേഖലയുടെ അഭിമാനമാകുന്ന പ്രവർത്തനങ്ങൾ. 6.74 കോടി രൂപ ചെലവിലാണ് സ്കൂൾ ഗ്രൗണ്ടിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയവും ടർഫും നിർമ്മിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ അമ്യൂണിറ്റി സെന്ററും ഇൻഡോർ ഷട്ടിൽ കോർട്ടും ഉയരുന്നുണ്ട്. ഒരു ശരിക്കും മികവിന്റെ കേന്ദ്രം തന്നെയാണ്. ആ രീതിയിൽ നമുക്ക് കിട്ടിയ വരദാനങ്ങളാണ് ഇപ്പോൾ ഈ മൊത്തം ഒരു 10 കോടിയോളം രൂപ ചെലവഴിച്ചിട്ട് ഈ സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള ഈ കെട്ടിടങ്ങളും ഈ ഗ്രൗണ്ടും ഇൻഡോർ സ്റ്റേഡിയം. ഇപ്പോൾ ഈ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയം ഈ ഒരു സായുടെ സ്റ്റാൻഡേർഡിലാണ്, അതായത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡിലാണ് ഇവിടെ ഈ ഗ്രൗണ്ടും ഒപ്പം അമ്യൂണിറ്റി സെൻറ്ററും ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ്. അതിനകത്ത് ബാഡ്മിൻ്റൺ, വോളിബോൾ, ബാസ്കറ്റ് ബോൾ തുടങ്ങി വിവിധങ്ങളായ ഇൻഡോർ ഗെയിംസിന് സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ട്രെയിനിങ് സെൻ്ററായിട്ട് ഗ്രൗണ്ട് നമ്മൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്, പുല്ല് പിടിപ്പിക്കണമെന്നൊക്കെ. അത് വളരെ പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. ഇത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ പണിതിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. മണ്ഡലത്തിലെ ഏക ഗവൺമെന്റ് കോളേജ് ഇപ്പോൾ അയങ്കലത്ത് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്.
കോളേജിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ 11 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കിഫ്ബി. മറവഞ്ചേരിയിൽ കോളേജ് കെട്ടിടം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഭൗതിക സാഹചര്യത്തിലെ എല്ലാ തരത്തിലുള്ള പുതിയ ഫെസിലിറ്റി, സ്മാർട്ട് ക്ലാസ് റൂം ഞങ്ങളിപ്പോൾ ആഴ്ചയിൽ 2 വട്ടം ചെന്ന് കാണുന്നുണ്ട്, എന്തൊക്കെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്, അതനുസരിച്ച് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ക്ലാസ് റൂമുകളൊക്കെ സാധാരണ മറ്റ് പഴയ കോളേജുകളിലേക്ക് അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിപ്പമുള്ളതും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുണ്ട്, ലൈബ്രറി, സെൻട്രലൈസ്ഡ് ലൈബ്രറി ഉണ്ട്. അതുപോലെ ഒരു കോർട്ട്യാർഡോട് കൂടിയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഇപ്പോൾ പണിതിരിക്കുന്നത്. എന്താ പറയുക, സ്പോർട്സ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടൊരു ഇൻഡോർ ഫെസിലിറ്റി ആ കോർട്ട്യാർഡിന്റെ ഉള്ളിൽ തന്നെ സജ്ജീകരിക്കാൻ പറ്റുന്നതാണ്. കിഫ്ബി 48 കോടി രൂപ അനുവദിച്ച പുറത്തൂർ നായർത്തോട് പാലം, 50 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന തവനൂർ തിരുനാവായ പാലം തുടങ്ങി പദ്ധതികൾ ഏറെയുണ്ട്. കിഫ്ബിയുടെ ഫണ്ടില്ലായിരുന്നു എങ്കിൽ ഈ പദ്ധതികളൊന്നും നടക്കില്ലായിരുന്നു. കാരണം ബജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പദ്ധതികൾ ആയിരുന്നു എല്ലാ പദ്ധതികളുമെങ്കിൽ ഈ വലിയ പദ്ധതികൾക്ക് ഒരിക്കലും ബജറ്റിൽ പണം ഉൾക്കൊള്ളിക്കാൻ കഴിയുമായിരുന്നില്ല. ചുരുക്കത്തിൽ തവനൂർ മണ്ഡലത്തിലെ സർവ്വമേഖലകളെയും സ്പർശിച്ച് കടന്നു പോവുകയാണ് കിഫ്ബി. കിഫ്ബി ഫണ്ടുകൾ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് മാതൃകാപരമായി കാണിച്ചു കൊടുക്കുകയാണ് തവനൂർ മണ്ഡലം. സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളിൽ പലതിന്റെയും ഗുണം തവനൂരുകാർക്ക് മാത്രമല്ല ലഭിക്കുക, മറിച്ച് നാടിനൊന്നാകെയാണ്. എടപ്പാളിലെ മേൽപ്പാലവും തീരദേശ ഹൈവേയുമൊക്കെ ഇതിൽപ്പെടും. കിഫ്ബി ഒരു നാടിനൊന്നാകെ ഉപകാരപ്പെടുന്നത് എങ്ങനെയാണെന്ന് തവനൂരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും.